ഏലംകുളം പാലത്തോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം മെയ് 2 വെള്ളിയാഴ്ച ആരംഭിക്കും. 11 ദിവസത്തെ വിവിധ കലാപരിപാടികളോടെയാണ് നവീകരണ കലശം നടത്തുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2000 കൊല്ലം പഴക്കം കണക്കാക്കപ്പെടുന്ന ക്ഷേത്രമാണ് ഏലംകുളം പാലത്തോൾ ദേശത്തെ മഹാവിഷ്ണു ക്ഷേത്രം. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം ഭക്തജനങ്ങളുടെയും ദേവസ്വം ബോർഡിന്റെയും സഹകരണത്തോടെ പുതുക്കി പണിതു. ക്ഷേത്രത്തിന്റെ നവീകരണ കലശം മെയ് 2 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നജീബ് കാന്തപുരം MLA സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 7 മുതൽ രാത്രി 10 വരെ വിവിധ കലാപരിപാടികൾ നടക്കും. എല്ലാ ദിവസവും പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി തുലാമാസത്തിലെ തിരുവോണം ഊട്ടുപൂജ, പുത്രകാമേഷ്ടി ഹോമം, ലക്ഷാർച്ചന, വിദ്യാരാജഗോപാലാർച്ചന, ശനീശ്വര പൂജ, ഉദയാസ്തമയ പൂജ, ഉപദേവതകൾക്കുള്ള പൂജ തുടങ്ങിയ പൂജകൾ നടത്തിവരുന്നുണ്ട്. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് PK കേശവൻ, സെക്രട്ടറി T വിജയൻ, MP ജനാർദ്ദനൻ, സുജാത, രജനി PP എന്നിവർ പങ്കെടുത്തു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.